നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അടിമാലിയിൽ ക്യാൻസർ രോഗിയായ സ്ത്രീയെ കട്ടിലിൽ കെട്ടിയിട്ട് വായിൽ തുണിതിരുകി പണം അപഹരിച്ചതായി പരാതി. തട്ടിയെടുത്തത് അടിമാലി വിവേകാനന്ദ നഗർ സ്വദേശിനി കളരിക്കൽ ഉഷ സന്തോഷിന്റെ പണം. ഉഷ 6 വർഷത്തോളമായി ക്യാൻസർ രോഗബാധയെ തുടർന്ന് ചികിത്സയിൽ. വിദേശത്ത് വിസ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തി 25-കാരി പിടിയിലായത് കോട്ടയം പാമ്പാടി കട്ടപ്പുറത്ത് ഐറിൻ എൽസ കുര്യൻ. ഇവരെ തിരുവനന്തപുരത്ത് നിന്ന് പോലീസ് പിടികൂടിയത് കട്ടപ്പന സ്വദേശിയിൽ നിന്നും 10 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയ കേസിൽ. വനംവകുപ്പിന്റെ ട്രീ ബാങ്കിംഗ് പദ്ധതിക്കെതിരെ ഇടുക്കിയിൽ പ്രതിഷേധം ശക്തം. ആരോപണം പദ്ധതിയിലൂടെ കാർഷിക ഭൂമി വനവൽക്കരിക്കാൻ ലക്ഷ്യമെന്ന്. സമാന രീതിയിൽ വനംവകുപ്പ് മുൻപ് പ്രഖ്യാപിച്ച പല പദ്ധതികളും പിന്നീട് പ്രതിസന്ധി സൃഷ്ടിച്ചു. മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന കനാലിൽ കാണാതായ ആളുടെ മൃതദേഹം കണ്ടെത്തിയത് കുമളി മന്നാക്കുടി സ്വദേശി അരിയാന്റെ മകൻ അർജുന്റെ മൃതദേഹം. അർജുൻ ഒഴുക്കിൽപ്പെട്ടത് കഴിഞ്ഞ ദിവസം വൈകിട്ട് കുളിക്കാൻ ഇറങ്ങിയപ്പോൾ. വിശദമായ വാർത്തകൾ. അടിമാലിയിൽ ക്യാൻസർ രോഗിയായ സ്ത്രീയെ കട്ടിലിൽ കെട്ടിയിട്ട് വായിൽ തുണി തിരുകി പണം അപഹരിച്ചതായി പരാതി. അടിമാലി വിവേകാനന്ദ നഗർ സ്വദേശിനി കളരിക്കൽ ഉഷ സന്തോഷിന്റെ പണമാണ് തട്ടിയെടുത്തത്. 6 വർഷത്തോളമായി ക്യാൻസർ രോഗബാധയെ തുടർന്ന് ഉഷ ചികിത്സയിലാണ്. അടിമാലി വിവേകാനന്ദ നഗർ സ്വദേശിനി കളരിക്കൽ ഉഷ സന്തോഷിന്റെ പണമാണ് തട്ടിയെടുത്തത്. പുലർച്ചെയാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. ക്യാൻസർ രോഗബാധിതയായ ഉഷ കഴിഞ്ഞ ദിവസം കീമോ ചികിത്സയ്ക്ക് ശേഷം തിരികെ വീട്ടിലെത്തി വിശ്രമിക്കുകയായിരുന്നു. ഇതിനിടെ രാവിലെ വീട്ടിലെത്തിയ മോഷ്ടാവ് തന്നെ കട്ടിലിൽ കെട്ടിയിട്ട ശേഷം വായിൽ തുണി തിരുകി പേഴ്സിലുണ്ടായിരുന്ന 16,500 രൂപ കവർന്നതായി ഉഷ പറഞ്ഞു. പേഴ്സ് തുറക്കണം, ഒച്ച ഞാൻ കേട്ടെ. തലയിലും കെട്ടിവെച്ചു. തടിച്ചടിച്ചിട്ട് തല വന്നതിന് തന്നെ വായി തുണി കുത്തി കയറ്റി കൂടെ തന്നെ തലയെ കെട്ടിയായിരുന്നു. ഒരു മുണ്ടിട്ട് തല മൊത്തം കെട്ടിയിട്ട് വലിച്ചടിച്ച് അടുത്തോട്ടിട്ടത്. എന്നിട്ടാണ് ഇവിടെ വട്ടം വയറെ കൂട്ടി വട്ടം കട്ടിലോട്ട് കെട്ടി വെച്ച്. എവിടെയൊക്കെ കെട്ടിയെന്നോ എന്നെ കാണിച്ചെന്നോ എനിക്ക് ഒന്നാമത് കീമോയുടെ ബുദ്ധിമുട്ട് കാരണം ഒന്നും ഓർക്കാനും ഒന്നും പറ്റണില്ല. അതുപോലത്തെ ബുദ്ധിമുട്ടായി പോയി. അത് പേടിച്ചു പോയി. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ട് പേഴ്സ് തുറന്നു അതിന് മുമ്പ് എന്നിട്ട് ഇങ്ങനെ കയ്യെ ഗ്ലൗസ് ആണെന്ന് കയറ്റിയിട്ടിട്ട് സ്പ്രേ പോടുന്ന മണം വന്നിട്ട് അതൊക്കെ ഇട്ട് തൂക്കുന്നുണ്ട്. എൻ്റെ കയ്യിലെ കെട്ടിയെടുത്തെല്ലാം കൊണ്ടിട്ട് തൂത്തു. സ്പ്രേ ആയിരിക്കും. അതിൽ ഗ്ലൗസ് ഇങ്ങനെ കയറ്റിയിരുന്ന് വെച്ച് നമുക്ക് കേൾക്കാമല്ലോ. അത് മുണ്ടായിട്ടാണ് നല്ല കെട്ടിയിരുന്നത്. എന്നിട്ട് വായിക്കകത്ത് വള്ളി മൊത്തം കയറ്റി വെച്ച് എന്നാലും അവൻ ആ പൈസ എടുക്കാൻ നേരത്ത് ഞാൻ കാല് വെക്കിയിട്ട് വാഴിന്നെടുക്കാൻ നോക്കിയപ്പോൾ തന്നെ ഓടി വന്നിട്ട് കാല് ഇവിടെ കയറ്റിയിട്ട് മുറുക്കി കെട്ടി വെച്ചിട്ട് പൈസ എടുത്തിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ഇച്ചിരി അതിന് അനക്കമില്ലായിരുന്നു. എന്നിട്ട് ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ചു. ചെറിയ ഈ ഫോണായിരുന്നു ഇത്. അത് ഓഫ് ചെയ്ത് വെച്ചത് ഞെക്കണ ഒച്ചയാണ് കേട്ടോ. എന്നിട്ട് അവന് അനക്കം കേട്ടില്ല. അപ്പം ഞാൻ പോയായിരിക്കുമെന്ന് ഓർത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അനങ്ങാതെ ഇരിക്കുക. പേടി എന്നെ വിറയ്ക്കുക. അങ്ങനെ അനങ്ങാതെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പറയും, നിന്റെ അപ്പം പോലും മഷിയിട്ട് നോക്കി എന്നെ കാണൂല, നീ ഇനി പുറത്തോട്ട് ഇപ്പോഴൊന്നും നീ ഇറങ്ങണ്ട, അതിൽ വന്നാലല്ലേ ഇറങ്ങുള്ളൂ അതെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ഇവിടുത്തെ കെട്ടൊന്നുകൂടെ വലിച്ചു മുറുക്കിയിട്ട് ഏതാണ്ട് സാധനം കൊണ്ട് അങ്ങ് തേച്ച്. തുടർന്ന് സമീപവാസികൾ നടത്തിയ പരിശോധനയിലാണ് കട്ടിലിൽ കെട്ടിയിട്ട നിലയിൽ ഉഷയെ കണ്ടെത്തിയത്. ഉടൻ അടിമാലി പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധനകൾ ആരംഭിച്ചു. 6 വർഷത്തോളമായി ക്യാൻസർ രോഗബാധയെ തുടർന്ന് ഉഷ ചികിത്സയിലാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിന് അടിമാലിയിലെ സുമനസുകൾ ചേർന്നാണ് ചികിത്സയ്ക്ക് ആവശ്യമായ ചെറിയ തുക പിരിച്ചു നൽകിയത്. ചികിത്സയ്ക്ക് ആവശ്യമായി സൂക്ഷിച്ചിരുന്ന പണമാണ് ഇപ്പോൾ മോഷ്ടാവ് അപഹരിച്ചത്. വിദേശത്ത് വിസ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തി 25-കാരി പിടിയിൽ. കോട്ടയം പാമ്പാടി കട്ടപ്പുറത്ത് ഐറിൻ എൽസ കുര്യനാണ് പിടിയിലായത്. കട്ടപ്പന സ്വദേശിയിൽ നിന്നും 10 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയ കേസിലാണ് ഇവരെ തിരുവനന്തപുരത്ത് നിന്ന് പോലീസ് പിടികൂടിയത്. UK-യിൽ ജോലിക്കായി വിസ വാഗ്ദാനം ചെയ്ത് കട്ടപ്പന സ്വദേശിയുടെ കയ്യിൽ നിന്നും 10 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് 25-കാരിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കോട്ടയം പാമ്പാടി സ്വദേശി കട്ടപ്പുറത്ത് ഐറിൻ എൽസ കുര്യനാണ് പിടിയിലായത്. പണം നൽകി നാളുകൾ കഴിഞ്ഞിട്ടും വിസ ലഭ്യമാകാതെ വന്നതോടെ കട്ടപ്പന സ്വദേശി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇവർ തിരുവനന്തപുരം മാങ്ങാട്ടുകോണത്ത് താമസിക്കുകയാണെന്ന് കണ്ടെത്തി. തുടർന്ന് കട്ടപ്പന പോലീസ് തിരുവനന്തപുരത്തെത്തിയാണ് ഇവരെ പിടികൂടിയത്. SI-മാരായ എബി ജോർജ്, സുബിൻ, ASI ടെസിമോൾ, CPO-മാരായ ബിബിന, രാഹുൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ഇവരെ കോടതിയിൽ ഹാജരാക്കി.
വനം വകുപ്പിന്റെ ട്രീ ബാങ്കിംഗ് പദ്ധതിക്കെതിരെ ഇടുക്കിയിൽ പ്രതിഷേധം ശക്തമാകുന്നു. പദ്ധതിയിലൂടെ കാർഷിക ഭൂമി വനവൽക്കരിക്കാനാണ് ലക്ഷ്യമെന്നാണ് ആരോപണം. സമാന രീതിയിൽ വനം വകുപ്പ് മുൻപ് പ്രഖ്യാപിച്ച പല പദ്ധതികളും പിന്നീട് പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. സ്വകാര്യ ഭൂമിയിലെ വൃക്ഷാവരണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം ട്രീ ബാങ്കിംഗ് പദ്ധതി നടപ്പിലാക്കുന്നത്. നിലവിൽ ഇടുക്കിയിലെ കർഷകരിൽ നിന്ന് ചന്ദന മരങ്ങൾ നട്ടുപിടിപ്പിക്കാനാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. 15 വർഷം മരം പരിപാലിക്കുന്നതിന് സാമ്പത്തിക സഹായം ലഭ്യമാക്കുമെന്നും പിന്നീട് ചന്ദന മരങ്ങൾ മുറിച്ചു വിൽക്കാമെന്നുമാണ് പ്രഖ്യാപനം. എന്നാൽ സമാന രീതിയിൽ വനം വകുപ്പ് മുൻപ് പ്രഖ്യാപിച്ച പല പദ്ധതികളും പിന്നീട് പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുള്ളതായി പൊതുപ്രവർത്തകർ പറയുന്നു. ബാക്കിയുള്ള കേരളത്തിലെ മറ്റ് ജില്ലകൾ 50% താഴെയാണ് വൃക്ഷാവരണത്തിന്റെ കാര്യത്തിൽ. അപ്പോൾ ഇടുക്കിക്ക് മാത്രം 73% വൃക്ഷാവരണ ശരാശരി മരങ്ങൾ വെച്ചുപിടിപ്പിച്ച് ഇവിടെ പ്രകൃതി സംരക്ഷിക്കുന്ന ഇവിടുത്തെ കർഷകർ വൃക്ഷാവരണ ശരാശരിയുടെ കാര്യത്തിൽ 73% നിലനിൽക്കുമ്പോൾ 50% താഴെ വൃക്ഷാവരണ ശരാശരിയുള്ള മറ്റ് ജില്ലകളിലേക്ക് ഈ പദ്ധതി ഉപയോഗിക്കുന്നില്ല. അവിടെ തന്നെ കേരള സംസ്ഥാന വനം വകുപ്പിന്റെ ഒരു കള്ളക്കഥ അല്ലെങ്കിൽ നിഗൂഢ ഉദ്ദേശത്തോടെ ഉണ്ട്. അത് മറ്റൊന്നുമല്ല, ചന്ദന മരങ്ങളാണ് ഇവിടെ വെച്ചുപിടിപ്പിക്കാനായിട്ട് സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ ഈ ചന്ദന മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിന് സർക്കാർ 15 വർഷത്തേന് 1 മുതൽ 100 വരെയുള്ള ചന്ദന മരങ്ങൾ വെച്ചുപിടിപ്പിച്ചാൽ ആ വെച്ചുപിടിപ്പിക്കുന്ന കൃഷിക്കാർക്ക് 10 രൂപ റേറ്റിലും അതിന് മുകളിലോട്ട് 101 മുതൽ 200 അങ്ങനെ 30 രൂപ വരെയുള്ള വിവിധ കാറ്റഗറിയിലായി കർഷകർക്ക് 15 വർഷത്തേന് ഈ തുക കൊടുക്കുന്നതാണ് വരെ. അപ്പോൾ കർഷകരെ വലിയ മോഹന വാഗ്ദാനങ്ങൾ, സുന്ദരമായ വാക്കുകളിലൂടെ കർഷകരെ ഇതിൽ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇവിടെ ലക്ഷ്യമിടുന്നത്, നമ്മൾ ഇതിനു മുമ്പും വനം വകുപ്പിന്റെ ഇത്തരത്തിലുള്ള കുടില തന്ത്രങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ട്. ഓരോ രീതിയിലും എങ്ങനെയാണ് ജനങ്ങളെ ഈ ഇത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവന്ന് എങ്ങനെ ഇവിടെ നിന്ന് വനം ആക്കി ഈ ഭൂമികളെല്ലാം മാറ്റി ഇവിടുന്ന് എങ്ങനെ ഒഴിപ്പിക്കാമെന്നതിൻ്റെ ഒരു ഗൂഢോദ്ദേശവും ഒരു ചർച്ചയുമാണ് നടക്കുന്നത്. ഇതൊക്കെ ഇവിടുത്തെ സാധാരണക്കാരെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊന്നും ഇതിനകത്തൊന്നും പങ്കാളികളാകണമെന്നില്ല. പക്ഷേ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന ഉന്നത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വിദേശ ഫണ്ട് ഉൾപ്പെടെയുള്ളവ കൈപ്പറ്റിക്കൊണ്ട് പരിസ്ഥിതി സംഘടനകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ അടിച്ചിറക്കിയിട്ട് ചന്ദന മരം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, സ്പെഷ്യൽ കാറ്റഗറി വിഭാഗത്തിൽപ്പെടും സംരക്ഷിത മരങ്ങളാണ്. മരമാണ് ചന്ദനമരം. ആ മരങ്ങൾ നമ്മുടെ കൃഷിഭൂമിയിൽ വെച്ച് പിടിപ്പിച്ച് കൃഷിക്കാരൻ 15 വർഷം ഇത് സംരക്ഷിച്ചു കഴിഞ്ഞ് അവർക്ക് മുറിച്ചു വയ്ക്കാമെന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും സോഷ്യൽ ഫോറസ്ട്രി വകുപ്പും പറയുന്നുണ്ടെങ്കിലും ഈ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് 15 വർഷം കഴിയുമ്പം ഇവിടെ ഈ നിയമങ്ങളൊന്നും മാറുകയല്ലെന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ല. 73% വനാവരണമുള്ള ഇടുക്കിയിൽ വീണ്ടും വനാവരണം വർദ്ധിപ്പിക്കുന്നതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് സമ്പൂർണ്ണ വനവൽക്കരണമാണെന്നാണ് ആരോപണം. ചന്ദനം പോലെ അതീവ പ്രാധാന്യമുള്ള മരങ്ങൾ കൃഷിഭൂമിയിൽ പരിപാലിക്കാൻ കർഷകരെ ആകർഷിക്കുന്നതും പിന്നീട് നിബന്ധനകൾ അടിച്ചേൽപ്പിക്കാനാണെന്നും ആരോപണം ഉയരുന്നുണ്ട്. മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന കനാലിൽ കാണാതായ ആളുടെ മൃതദേഹം കണ്ടെത്തി. കുമളി മന്നാക്കുഴി സ്വദേശി അരിയാന്റെ മകൻ അർജുന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് കുളിക്കാനിറങ്ങിയപ്പോൾ അർജുൻ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. തേക്കടി തടാകത്തിനും തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്ന മുല്ലപ്പെരിയാർ ഷട്ടറിനുമിടയിലെ കനാലിലാണ് അർജുനും കൂട്ടുകാരും കഴിഞ്ഞ ദിവസം വൈകിട്ട് കുളിക്കാനിറങ്ങിയത്. അർജുനെ കാണാനില്ലെന്ന വിവരം സുഹൃത്തുക്കൾ രാവിലെ വീട്ടുകാരെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരോടൊപ്പം പോലീസും വനംവകുപ്പും അഗ്നിരക്ഷാസേനയും തിരച്ചിൽ ആരംഭിച്ചു. മുല്ലപ്പെരിയാറിലെ ഉയർന്ന ജലനിരപ്പും തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നതും തിരച്ചിലിനെ സാരമായി ബാധിച്ചു. ഷട്ടർ അടച്ചതോടെ തൊടുപുഴയിൽ നിന്നെത്തിയ സ്കൂബ ടീമിന്റെ പരിശോധനയിൽ അർജുന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. മൃതദേഹം കൽക്കെട്ടിൽ കുടുങ്ങിയ നിലയിലായിരുന്നു കണ്ടെത്തിയത്. കുമളി പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി മേൽ നടപടികൾ സ്വീകരിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. CPM വളകോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ചിയാർ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. കോതപാറ, മുത്തമ്പടി, പാലുകാവ് പ്രദേശങ്ങളിൽ നിരന്തരമായി ഉണ്ടാവുന്ന കാട്ടാനയാക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് ഉപരോധം സംഘടിപ്പിച്ചത്. ജില്ലാ കമ്മിറ്റി അംഗം MJ വാവച്ചൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഉപ്പുതറ പഞ്ചായത്തിലെ മുത്തമ്പടി, പാലക്കാവ്, കോതപാറ, കാക്കത്തോട്, കൂപ്പുപാറ, വന്മാവ് തുടങ്ങിയ വിവിധ മേഖലകളിൽ വർഷങ്ങളായി ആളുകൾ വലിയ രീതിയിലുള്ള വന്യമൃഗശല്യം നേരിടുന്നുണ്ട്. ഏതാനും നാളുകളുടെ കണക്കെടുത്താൽ 70ഓളം കർഷകരുടെ കൃഷിദേഹണ്ഡങ്ങളാണ് വന്യമൃഗങ്ങൾ നശിപ്പിച്ചത്. മേഖലകളിൽ മുൻപ് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഫെൻസിംഗ് സംവിധാനം ഉണ്ടായിരുന്നുവെങ്കിലും വർഷങ്ങളായി ഇവ നശിച്ചു കിടക്കുകയാണ്. ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കുമെന്ന് അധികൃതർ പറഞ്ഞെങ്കിലും നടപടികൾ വൈകുകയാണ്. കേരള പോലീസ് ഹൗസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനായിരുന്നു ഇതിനായി കരാർ എടുത്തിരുന്നത്. ഇവർ സബ് കരാർ നൽകി. സബ് കരാറുകാരാണ് നിലവിൽ നിർമ്മാണം വൈകിപ്പിക്കുന്നത്. ഇതോടെയാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുന്ന തരത്തിൽ മൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നതിൽ പ്രതിഷേധിച്ച റേഞ്ച് ഫോറസ്റ്റ് ഓഫീസ് CPM വളകോട് ലോക്കൽ കമ്മിറ്റി ഉപരോധിച്ചത്. പ്രകടനമായി എത്തിയ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു.
CPM ജില്ലാ കമ്മിറ്റി അംഗം MJ വാവച്ചൻ സമരം ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ ഉദ്ദേശം നന്നായി അറിയാം. NGO പോൽ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ NGO സംഘടനകൾ അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നന്നായി പണം മേടിച്ച് കൈക്കൂലി മേടിച്ച് ഞെണ്ണുന്നവന്മാരാണ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലുള്ളത്. ഉന്നത ഉദ്യോഗസ്ഥന്മാരടക്കം നിങ്ങളുടെ CCF അടക്കം. അപ്പൊ അവർക്ക് കൃഷിക്കാരന്റെ താല്പര്യമല്ല സംരക്ഷിക്കുന്നത്, അവരെല്ലാം സംരക്ഷിക്കുന്നത് ഇവിടുത്തെ മുതലാളിമാരുടെ താല്പര്യം, മുതലാളിത്തത്തിന്റെ താല്പര്യമാണ്. ആ മുതലാളിത്തത്തിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ കാർബൺ ക്രെഡിറ്റ് ഫണ്ട് നിങ്ങൾക്ക് തരുന്ന തമ്പ്രാക്കന്മാരുടെ താല്പര്യം, അതാണ് നിങ്ങൾ സംരക്ഷിക്കുന്നത്. അത് മേടിച്ച് തിന്നിട്ട് പാവപ്പെട്ട കൃഷിക്കാരനെതിരെ തിരിയുമ്പോ നിങ്ങൾ ഒരു കാര്യം വിചാരിക്കണം, നിങ്ങൾ ഈ സർവീസൊക്കെ 60 വയസ്സ് വരെ ഉള്ളൂ. അത് കഴിഞ്ഞ നാട്ടിലിറങ്ങി ഈ നാട്ടിൽ ജീവിക്കേണ്ടവരാണ്. ഈ നാട്ടിൽ ജീവിക്കുമ്പോ കൃഷിയെടുത്ത് ജീവിക്കേണ്ടവരാണ്. നിങ്ങൾ ഇപ്പൊ എടുക്കുന്ന നിലപാട് അതിന് വിരുദ്ധമാണ്. എന്നും ഈ കളസമൊക്കെ ഇട്ട് നടക്കാം എന്ന് കരുതിയാൽ അത് നടക്കുന്നതല്ല എന്ന് നിങ്ങൾ ഉണ്ടാവണം. നമ്മുടെ നാട്ടിലെ കൃഷിക്കാരൻ അങ്ങേയറ്റത്തെ അവന്റെ ക്ഷമയുടെ നെല്ലിപ്പല കണ്ട് നിൽക്കുകയാണ്. നിങ്ങൾ മര്യാദയ്ക്ക് ഈ ആനയുടെ ശല്യം, അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ ശല്യം അത് അവസാനിപ്പിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കണം. റേഞ്ച് ഓഫീസർ സ്ഥലത്ത് എത്തുന്നതുവരെ സമരക്കാർ ഓഫീസിന് മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. അതേസമയം ഹാങ്ങിംഗ് ഫെൻസിംഗ് സംവിധാനം ഒരുക്കുന്നതിനുള്ള ചില മെറ്റീരിയലുകൾ കോയമ്പത്തൂരിൽ നിന്നും വരുന്നതിനുള്ള കാലതാമസമാണ് നിലവിലുള്ളതെന്നും നടപടികൾ വേഗത്തിലാക്കുവാൻ കത്ത് നൽകിയിട്ടുണ്ടെന്നും റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ KV രതീഷ് പറഞ്ഞു. ഇതിന്റെ ഒരു പരിഹാരമായിട്ട് ഇപ്പോൾ നമ്മൾ ഈ റേഞ്ചിൽ 15 കിലോമീറ്റർ 200 മീറ്റർ സോളാർ ഫെൻസിംഗ് ആണ്. അതിൽ 14 കിലോമീറ്ററോളം ഹാങ്ങിംഗ് ഫെൻസിംഗ് ആണ് വരുന്നത്. അപ്പോൾ ആ ഹാങ്ങിംഗ് ഫെൻസിംഗിൽ ഇപ്പോൾ 2 കിലോമീറ്റർ ജണ്ടാപ്പടി ടു അമ്പലപ്പടി എന്ന് പറയുന്നിടത്ത് ഒരു ട്രയൽ ചാർജ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ രാത്രിയിൽ നടത്തിയിട്ടുണ്ട്. കൂടാതെ 1-200 മറ്റപ്പള്ളി മേഖലയിൽ സാധാ സോളാർ ഫെൻസിങ്ങും നമ്മളിപ്പോൾ ഫംഗ്ഷനിലാണ്. ഈ മറ്റപ്പള്ളി ഫെൻസിങ് എന്ന് പറയുന്നത് നമ്മൾ അവിടുത്തെ ലോക്കൽ ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിനെ മെയിൻ്റെനൻസ് നടത്തുകയാണ്. അതിനൊരു സമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇവിടെയും അടുത്ത 2 ദിവസത്തിനുള്ളിൽ അവിടെ ആ പ്രദേശവാസികളെ കൂട്ടിയിട്ട് ഈ 2 കിലോമീറ്റർ മെയിൻ്റെനൻസ് നടത്താൻ വേണ്ടിയിട്ട് അവിടെ ഒരു കമ്മിറ്റി എടുത്ത് അവരെ അത് ചുമതല ഏൽപ്പിക്കണം. അതിന്റെ ചാവി ഏൽപ്പിക്കണം. പിന്നീട് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്കൊരു 10 പേരുടെ ഫോണിലേക്ക് മെസ്സേജ് പോയി എവിടെയെങ്കിലും ഒരു ടച്ച് ഉണ്ടായാലോ. പിന്നെ ലൈറ്റിംഗ് ഉണ്ടാകത്തില്ല, ഇടിമിന്നല് പ്രതിരോധിക്കുന്നതാണ്. അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു ഇതാണ് ഇപ്പോൾ അവിടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹാങ്ങിംഗ് ഫെൻസിംഗ് ആണ് അവിടെ വന്നിരിക്കുന്നത്. ഇതിന്റെ തുടർച്ചയായിട്ട് ജണ്ടാപ്പടി ടു കൂപ്പുപാറ ആ മേഖലയിലാണ് അടുത്ത ഒരു 6 കിലോമീറ്റർ വരുന്നത്. അവിടെയും ഈ ആനയുടെ പ്രശ്നമുള്ള സാന്നിധ്യമുള്ള സ്ഥലമാണ്. അവിടെയും ഇതിന്റെ ബേസ് യൂണിറ്റ് എല്ലാം ചെയ്തു കഴിഞ്ഞു. ആ മെറ്റീരിയൽസ് എല്ലാം അവിടെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. ഒരു എനർജൈസർ വരാനുള്ള ഒരു ഡിലേ ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഏരിയ സെക്രട്ടറി NT സജി, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ VP ജോൺ, K കലേഷ് കുമാർ, അഖിലേഷ് നായർ, MU സതീശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മൂന്നാറിൽ തെരുവുനായ ആക്രമണം രൂക്ഷമാകുമ്പോഴും പഞ്ചായത്ത് നടപടി സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച് AAYF പ്രതിഷേധവുമായി രംഗത്ത്. ദേവികുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്നാർ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. CPI സംസ്ഥാന കൗൺസിൽ അംഗം MY ഔസേപ്പ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ 10ഓളം പേരാണ് മൂന്നാറിൽ തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റ ചികിത്സ തേടിയത്. വിനോദസഞ്ചാരികൾ ഏറെ എത്തുന്ന മൂന്നാർ ടാക്സി സ്റ്റാൻഡിൽ കഴിഞ്ഞ ദിവസം സഞ്ചാരികളെ തെരുവുനായ ആക്രമിച്ചു. എസ്റ്റേറ്റ് മേഖലകളിൽ ജോലിക്ക് പോയ തൊഴിലാളികൾക്കും തെരുവുനായയുടെ കടിയേറ്റു. ഇതിനിടെ മൂന്നാറിൽ നാട്ടുകാരെ കടിച്ച തെരുവുനായ ചാകുകയും ചെയ്തു. ഇതോടെ നാട്ടുകാരും ആശങ്കയിലായി. സംഭവത്തിൽ നടപടി സ്വീകരിക്കേണ്ട മൂന്നാർ പഞ്ചായത്ത് നിസ്സംഗത പുലർത്തുന്നുവെന്നാരോപിച്ചാണ് AAYF ദേവികുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. പ്രകടനമായി എത്തിയ പ്രവർത്തകരെ പോലീസ് കവാടത്തിൽ തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ CPI സംസ്ഥാന കൗൺസിൽ അംഗം MY ഔസേപ്പ് ഉദ്ഘാടനം ചെയ്തു. ന്യായമായ മുറയിൽ പഞ്ചായത്ത് അധികാരികളും ഇതിലേക്ക് നടപടിക്ക് എടുക്കാവിട്ടാൽ இந்த போராட்டம் நீடிச்சு கொண்டு போவதற்கு இங்கேயுள்ள அகில இந்திய இளைஞர் சங்கம் தயாராக வேண்டும் என்று கேட்டுக்கொண்டு இந்த போராட்டத்திலே கலந்து கொண்ட அனைவருக்கும் கம்யூனிஸ்ட் கட்சியின் சார்பில் வாழ்த்துக்கள் தெரியப்படுத்துவதோடு
ധർണയിൽ AIYF മണ്ഡലം പ്രസിഡന്റ് തമിഴരശൻ അധ്യക്ഷനായിരുന്നു. CPI ദേവികുളം മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ചന്ദ്രപാൽ, A. രാജ, SM കുമാർ, TM മുരുകൻ, T. ഗണേശൻ, ഭവ്യ കണ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. അടിമാലി ടൗണിലെ ബസ് സ്റ്റാൻഡ് റോഡിലെ അനധികൃത പാർക്കിങ്ങും വൺവേ ക്രമീകരണം പാലിക്കപ്പെടാത്തതും പരാതികൾക്കിടവരുത്തുന്നു. ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് വാഹനങ്ങൾ ഇറങ്ങി വരുന്ന വഴിയിലാണ് കാൽനട യാത്ര പോലും ദുസ്സഹമാക്കും വിധം വാഹനങ്ങൾ പാർക്ക് ചെയ്തു പോകുന്ന സ്ഥിതിയുള്ളത്. വൺവേ സംവിധാനം പാലിക്കപ്പെടാത്തതും തിരക്കുള്ള റോഡിൽ വാഹനങ്ങളുടെ അമിത വേഗതയും ആക്ഷേപങ്ങൾക്കിടവരുത്തുന്നുണ്ട്. അടിമാലി ടൗണിൽ പൊതുവെ തിരക്കേറിയ റോഡാണ് ബസ് സ്റ്റാൻഡ് റോഡ്. ബസ്സുകൾക്ക് പുറമെ മറ്റു വാഹനങ്ങളും ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നു. എന്നാൽ തിരക്കേറിയ ഈ റോഡിലെ അനധികൃത പാർക്കിംഗ് ആണ് ഇപ്പോൾ പരാതികൾക്ക് ഇടവരുത്തിയിട്ടുള്ളത്. ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് വാഹനങ്ങൾ ഇറങ്ങി വരുന്ന വഴിയിൽ കാൽനട യാത്ര പോലും ദുസ്സഹമാക്കും വിധം വാഹനങ്ങൾ പാർക്ക് ചെയ്തു പോകുന്നുവെന്നാണ് പരാതി. നമ്മുടെ ഈ ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങുന്ന ഈ ഭാഗത്ത് നേരത്തെ ഹമ്പ് ഉണ്ടായിരുന്നതാണ്. ഇപ്പം ഈ ഹൈവേയുടെ വികസനം കാരണം വികസനം വന്നുകൂടിയിട്ട് ഹമ്പ് വരെ കാണാത്ത അവസ്ഥയിലാണ്. ഈ ഹമ്പ് ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ അങ്ങനെ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഈ പറഞ്ഞ പോലെ റോഡ് പണി, ഹൈവേയുടെ പണി മുസ്ലിം ജമാഅത്ത് പള്ളിയുടെ ഫ്രണ്ടിലേക്ക് നടക്കുന്നതുകൊണ്ട് അവിടെ റോഡ് ബ്ലോക്ക് ചെയ്തേക്കുന്നതുകൊണ്ട് അത് അവിടെ ബ്ലോക്ക് പെടാതിരിക്കാൻ ആൾക്കാർ ഈ വഴിയാണ് കയറി വരുന്നത്. നമ്മുടെ വണ്ടി തെറ്റിച്ച് ബസ് സ്റ്റാൻഡിനുള്ളിൽ കൂടെ കയറി ഒരുപാട് വണ്ടികൾ കയറി വരുന്നുണ്ട്. ഇതെല്ലാം ഇവിടുത്തെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ബസ് തൊഴിലാളികൾ ഇന്നിവിടെ ഈ ഒരു ഇതായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഈ വഴിക്ക് തന്നെ ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങി വരുന്ന വഴിക്ക് തന്നെ രണ്ട് സൈഡിലായിട്ട് വണ്ടി പാർക്ക് ചെയ്ത് ആനന്ദമായിട്ട് പാർക്ക് ചെയ്യുകയും അതിലിവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡ് ഇപ്പോൾ കാണുന്നില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ വേഗപരിധി ഒരു ബോർഡുണ്ട്. ആ ബോർഡ് നമുക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു വണ്ടി കൊണ്ട് പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബോർഡ് പോലും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ രീതിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ബസ് തൊഴിലാളികളിവിടെ ഒരു സമരമായിട്ട് ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അടിമാലി ബസ് സ്റ്റാൻഡിലെ തൊഴിലാളിയെ ഈ റോഡിൽ വെച്ച വാഹനം ഇടിച്ചിട്ടിരുന്നു. വൺവേ ആയി ഗതാഗതം ക്രമീകരിച്ചിട്ടുള്ള ഈ റോഡിൽ വൺവേ സംവിധാനം പാലിക്കാതെ വാഹനങ്ങൾ തലങ്ങും വിലങ്ങും പായുന്ന സ്ഥിതിയുമുണ്ട്. ഇരുചക്ര വാഹനങ്ങളടക്കം അമിത വേഗതയിൽ ഓടിക്കുന്നതും തിരക്കേറിയ ഈ റോഡിൽ അപകടം ക്ഷണിച്ചു വരുത്താൻ ഇടയാക്കും. റോഡിലെ തോന്നും പടിയുള്ള വാഹന പാർക്കിംഗ് പലപ്പോഴും ഗതാഗതക്കുരുക്കിന് പോലും ഇടവരുത്തുന്നു. ബസ് സ്റ്റാൻഡ് റോഡിലെ ഗതാഗതം സുഗമമാക്കാൻ വേണ്ടുന്ന ഇടപെടൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് ആവശ്യം. മൂന്നാർ ഇക്കാനഗറിൽ ഗ്യാസ് സിലിണ്ടറും കുടിവെള്ളവും വേണ്ടവിധം ലഭ്യമാകുന്നില്ലെന്നാരോപിച്ച് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കോൺഗ്രസ് മൂന്നാർ ബ്ലോക്ക് പ്രസിഡന്റ് G. വിജയകുമാർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 1.5 മാസക്കാലമായി മൂന്നാർ ഇക്കാനഗർ മേഖലയിൽ ഗ്യാസ് സിലിണ്ടർ വിതരണം കാര്യക്ഷമമായി നടക്കുന്നില്ലെന്നാണ് ആക്ഷേപം. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലയിൽ ഗ്യാസ് സിലിണ്ടർ വിതരണം നടത്താതെ സിലിണ്ടർ കരിഞ്ചന്തയിൽ വിൽക്കുന്ന നടപടിയാണ് ഗ്യാസ് ഏജൻസികൾ സ്വീകരിക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. കൂടാതെ കുടിവെള്ളവും മേഖലയിൽ വേണ്ടവിധം ലഭ്യമാകുന്നില്ലെന്ന പരാതിയുമുണ്ട്. ഈ രണ്ട് വിഷയങ്ങളിലും പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ടായിരുന്നു വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നത്. மழைக்காலத்தில் 2 நாள் மழைஞ்சா உடனே கேஸ் ரெண்டு மொத்தமாக தட்டுப்பாடாகுது. 2 நாள் தான் மொத்தம் ஆகுது. மொத்தம் மூணாறு மொத்தத்தில் கேஸ் கிடையாது. ஆளுகளுக்கு தோட்டத்து இன்றைக்கு விரவு எஸ்டேட்டில் தொழிலாளிகளுக்கு விரவு கிடையாது. கேஸ் நம்பித்தான் இருக்கிற இடத்துல சரியான முறையில் கேஸ் விநியோகம் கிடையாது. அதாவது உடனடியாக அதை கவனமாக பரிசீலிக்க சொன்னால் கேஸ் கடைகளுக்கு முன்னால் போராட்டம் நடத்த வேண்டி வரும். அது மாதிரி குடிநீர் பிரச்சனை அதே மாதிரி தான். அந்த பகுதியில் எல்லா குடிநீர் பிரச்சனை ஆளுகளுக்கு பாவப்பட்ட குடிநீர் பிரச்சனைக்கு உடனடியாக சம்பந்தப்பட்ட அதிகாரிகள் அந்த குடிநீர் பிரச்சனைக்கு உடனடியாக நிவாரணம் കാണും എന്ന് കേട്ടുകൊണ്ട് പ്രതിഷേധം കോൺഗ്രസ് മൂന്നാർ ബ്ലോക്ക് പ്രസിഡന്റ് G. വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് സാം പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. DCC ജനറൽ സെക്രട്ടറി G. മുനിയാണ്ടി, INTUC റീജിയണൽ പ്രസിഡന്റ് D. കുമാർ, മൂന്നാർ മണ്ഡലം പ്രസിഡന്റ് C. നെൽസൺ, മഹാലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. കേരള കോൺഗ്രസ് മുരിക്കാശ്ശേരി മണ്ഡലം കൺവെൻഷൻ നടന്നു. മുരിക്കാശ്ശേരി സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ M. J. ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നിരവധി പുതിയ മാറ്റങ്ങൾക്കുള്ള കാലഘട്ടം അടുത്ത സാഹചര്യത്തിലാണ് ജോസഫ് വിഭാഗം നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് പാർട്ടിയുടെ മണ്ഡലം കൺവെൻഷനുകൾ നടന്നുവരുന്നത്. ഇതിന്റെ ഭാഗമായാണ് മുരിക്കാശ്ശേരി മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചത്. മുരിക്കാശ്ശേരി സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ M. J. ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംഘടനാ പ്രവർത്തനം നമുക്കും ബോധ്യമാകണം, നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കും ബോധ്യമാകണം, നമ്മുടെ എതിർപക്ഷത്ത് നിൽക്കുന്നവർക്കും ബോധ്യമാകണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നമ്മളെല്ലാവരും പാർട്ടിക്കാരാണ്, പാർട്ടി നേതാക്കന്മാരാണെന്ന് പറഞ്ഞ് വീട്ടിൽ മാത്രം ഇരുന്നാൽ സ്വാഭാവികമായും നമ്മുടെ നാട്ടിലുള്ളവർ ഈ കാര്യങ്ങളെല്ലാം അറിയണമെന്നില്ല.
മുതിർന്ന പാർട്ടി പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. മണ്ഡലം പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മ്ലാക്കുഴിയിൽ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ഉന്നതാധികാര സമിതി കോർഡിനേറ്റർ അബു ജോൺ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ തോമസ് പെരുമന, ഷൈനി സജി, ജോയി കുച്ചുകരോട്ട്, വർഗീസ് വെട്ടിയാങ്കൽ, അഡ്വക്കേറ്റ് എബി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ജോയിന്റ് കൗൺസിൽ ഇടുക്കി മേഖലയുടെ നേതൃത്വത്തിൽ ഇടുക്കി കളക്ടറേറ്റ് വളപ്പിൽ വൃക്ഷത്തൈ നട്ടു. വൃക്ഷത്തൈ നടീലിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി നിർവഹിച്ചു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചും ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സമ്മേളന സന്ദേശമായുമാണ് വൃക്ഷത്തൈ നടീൽ സംഘടിപ്പിച്ചത്. ഇടുക്കി കളക്ടറേറ്റ് വളപ്പിൽ നടന്ന പരിപാടിയിൽ മേഖലാ സെക്രട്ടറി NK സജൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി വൃക്ഷത്തൈ നടീൽ ഉദ്ഘാടനം ചെയ്തു. എൻവയൺമെന്റിനെ കുറിച്ച് ഞാൻ പഠിക്കേണ്ടോ അല്ലെങ്കിൽ സന്ദേശം കൊടുക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ഇറ്റ് ഇസ് ഓൾ ഗ്രീൻ. പീപ്പിൾ ലവ് എൻവയൺമെന്റ് മോർ ദൻ എനിത്തിങ് എൽസ്. അത് ഇപ്പോൾ വരെ ഓക്കെ. ഇനി നിങ്ങളുടെ കുട്ടികൾക്കും കൂടി അത് കൈമാറി കൊടുക്കണം. എത്രമാത്രം നമ്മൾ എൻവയൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ അത്രമാത്രം എൻവയൺമെന്റ് വിൽ ഓൾസോ ടേക്ക് കെയർ ഓഫ് us. ചെറിയ കാര്യത്തൊട്ട് വലിയ കാര്യം വരെ. ഡെപ്യൂട്ടി കളക്ടർ സുനിൽ തോമസ് പരിസ്ഥിതി ദിന സന്ദേശം നൽകി. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കൗൺസിൽ അംഗം സുഭാഷ് ചന്ദ്രബോസ്, പ്രസിഡന്റ് അനീഷ് KG തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. കട്ടപ്പന മർച്ചന്റ് യൂത്ത് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. മർച്ചന്റ് അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന കല്ലുകുന്ന അംഗനവാടിയിൽ വെച്ചാണ് പരിസ്ഥിതി ദിനാഘോഷ പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിൽ 48 അംഗനവാടികൾക്കായി മുരിങ്ങയും കാന്താരി തൈകളും വിതരണം ചെയ്തു. മർച്ചന്റ് യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷിയാസ് AK അധ്യക്ഷനായിരുന്നു. മർച്ചന്റ് അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. സ്മാർട്ടാക്കി എടുത്ത സിജോമാൻ പ്രത്യേകമായ അഭിനന്ദനം രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം സംഘടനയുടെ യൂത്ത് വിങ് ഈ പരിപാടി എല്ലാ പരിപാടികളും സംഘടിപ്പിക്കുന്നു. അതുപോലെ ശക്തമായ ലീഡർഷിപ്പിൽ അവർ മുന്നോട്ട് പോകുന്നു. അവർ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകുന്നു. ഈ 48 ടീച്ചർമാരെ ഒരുമിച്ച് കാണാമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. പുറത്തു നിന്നപ്പോൾ ആരും കണ്ടില്ല, അകത്ത് കയറിയപ്പോൾ നിറച്ച ആൾ. എന്നാലും എല്ലാവിധമായ ഭാവങ്ങളും നേർന്നുകൊണ്ടുന്നു. ICDS സൂപ്പർവൈസർ ദീപ സെബാസ്റ്റ്യൻ, നഗരസഭാ കൗൺസിലർ സിജോമൻ ജോസ്, മർച്ചന്റ് അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റ് ജനറൽ സെക്രട്ടറി ജോഷി കുട്ടട, മർച്ചന്റ് യൂത്ത് വിംഗ് കട്ടപ്പന വർക്കിംഗ് പ്രസിഡന്റ് രഞ്ജു RK, മർച്ചന്റ് യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി അജിത് സുകുമാരൻ, ട്രഷറർ R ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് തല പരിസ്ഥിതി ദിനാചരണം ഗ്രാൻഡ് BLP സ്കൂളിൽ നടന്നു. കൂടാതെ ഇൻഫാം വാളാടി ഗ്രാമസമിതിയുടെ ആഭിമുഖ്യത്തിൽ പള്ളിപ്പടി അങ്കണവാടി പരിസരം വൃത്തിയാക്കുകയും വൃക്ഷത്തൈ നടീലും നടന്നു. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് തല പരിസ്ഥിതി ദിനാചരണം ഗ്രാംബി LP സ്കൂളിൽ വെച്ചാണ് നടന്നത്. പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ദേവി ഈശ്വർ അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M ശ്രീരാമൻ വൃക്ഷത്തൈ നട്ടു. യോഗത്തിൽ സ്കൂൾ അധ്യാപകർ PTA അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. கிடைக்கும்போது ஒரு நோய்கள் எல்லாம் குறையலாம் இருக்கு. அது மாத்திரம் இல்லை, பிளாஸ்டிக் இல்லாமல் ஆக்கணும் அப்படிங்கிறதுக்கு வேண்டி இந்த தை நம்ம எல்லா இடங்கள்லையும் எல்லா ஸ்கூல்லையும் இன்னைக்கு நம்ம இது பண்ணிக்கிட்டு இருக்கோம். நம்ம வண்டிப்பெரியார் பஞ்சாயத்து வந்து முதல்ல நம்ம இந்த கிராம்பி ஸ்கூலில் நம்ம இன்னைக்கு தொடங்குறோம். அந்த உங்களோட അനുമതിയോட இந்த தை வைக்கிறதுக்கு எல்லாரையும் അനുമതിച്ചു കൊടുത്തു. കൂടാതെ ഇൻഫാം വാളാടി ഗ്രാമസമിതിയുടെ ആഭിമുഖ്യത്തിൽ പള്ളിപ്പടി അങ്കണവാടി പരിസരം വൃത്തിയാക്കുകയും വൃക്ഷത്തൈ നടുകയും ചെയ്തു. പ്രസിഡന്റ് മാർട്ടിൻ കൊച്ചുപുരയ്ക്കൽ, മഹിളാ സമാജം സെക്രട്ടറി ബീന ബോബൻ, പ്രസിഡന്റ് റോസ്മി ടോമി, കാഞ്ഞിരപ്പള്ളി കർഷക ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ബോബൻ ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടപ്പന സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണം വെള്ളയാങ്കുടി സെന്റ് ജെറോംസ് LP സ്കൂളിൽ നടന്നു. ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ വകുപ്പും സഹകരണ വകുപ്പും ആയുഷ് വകുപ്പും സംയുക്തമായിട്ടാണ് പരിസ്ഥിതി ദിനാചരണം നടത്തിയത്. കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ മോൺസിഞ്ഞോർ എബ്രഹാം പുറയാറ്റ് തൈനടിയിലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് ജോയി കുടക്കച്ചിറ, TJ ജേക്കബ്, സജീന്ദ്രൻ പൂവാങ്കൽ, അരുൺ കാപ്പുകാട്ടിൽ, ശാന്തമ്മ സോമരാജൻ, ബാങ്ക് സെക്രട്ടറി റൂബിൻസ് ജോർജ്, LP സ്കൂൾ ഹെഡ്മാസ്റ്റർ സൈജു തുടങ്ങിയവർ സംസാരിച്ചു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കാഞ്ചാർ കോഴിമലയിൽ വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വൃക്ഷത്തൈ വിതരണവും ബോധവൽക്കരണ സെമിനാറും നടന്നു. കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് അംഗം BR ആനന്ദൻ ഉദ്ഘാടനം ചെയ്തു. കോഴിമല LP സ്കൂളിൽ വെച്ചാണ് ലോക പരിസ്ഥിതി ദിനാചരണവും വൃക്ഷത്തൈ നടീലും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത്. വളർന്നു വരുന്ന തലമുറ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യവും മരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്നതിനെപ്പറ്റിയും ബോധവൽക്കരണം നൽകി. കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് അംഗം VR ആനന്ദൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു.
വന്നിരിക്കുന്ന തൈകൾ മൊത്തവും ഫലവൃക്ഷ തൈകളാണ് നമ്മൾ ഫോറസ്റ്റ് ഓഫീസിൽ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കറിയാം, ഒരു പേര നട്ടു കഴിഞ്ഞാൽ 10 വർഷം നിങ്ങൾക്കത് പേരയ്ക്ക അതിൽ നിന്നും നിങ്ങൾക്ക് കഴിക്കുവാനുള്ള പേരയ്ക്ക അതിൽ നിന്നും കിട്ടും. അത്ര നല്ല തൈകളാണ് നമ്മൾ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി അത് സംരക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ കൂടെ ചുമതലയാണ്. അയ്യപ്പൻകോവിൽ റേഞ്ച് ഓഫീസർ KV രതീഷ്, ഹെഡ്മാസ്റ്റർ ലേഖമോൾ തോമസ്, വനസംരക്ഷണ സമിതി പ്രസിഡന്റ് ജയ്മോൻ കോഴിമല, BPO കവിത PR, ബിനോജ് R, ജിൻസ് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കൊന്നത്തടി സർവീസ് സഹകരണ ബാങ്കിന്റെയും ശാന്തൻപാറ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കാർഷിക സെമിനാർ നടത്തി. കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റനീഷ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് VM ബേബി അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റനീഷ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിലെ സയന്റിസ്റ്റ് ഡോക്ടർ ലിജോ തോമസ് ജാതികൃഷിയെ സംബന്ധിച്ചുള്ള ക്ലാസ് നയിച്ചു. ഏലം, കൊക്കോ, കുരുമുളക് തുടങ്ങിയവയുടെ കൃഷിരീതികളും പരിപാലനവും എന്ന വിഷയത്തെ സംബന്ധിച്ച് ശാന്തൻപാറ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലെ ഡോക്ടർ S സുധാകർ ക്ലാസ് നയിച്ചു. കൊന്നത്തടി കൃഷി ഓഫീസർ ബിജു KD മുഖ്യപ്രഭാഷണം നടത്തി. ബാങ്ക് സെക്രട്ടറി CS അനീഷ്, കാർഷിക വിദഗ്ധരായ ഡോക്ടർ S ജയ ബേബി, ഡോക്ടർ ഗീതു, ഡോക്ടർ ഷെൽട്ടൻ, ബാങ്ക് വൈസ് പ്രസിഡന്റ് ശശി ആദിച്ചൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ CK ജയൻ, വിക്ടോറിയ വിൽസൺ തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന വെള്ളയാങ്കുടി സെന്റ് ജോൺസ് UP സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി. കട്ടപ്പന നഗരസഭാ കൗൺസിലർ പ്രശാന്ത് രാജു പരിസ്ഥിതി ദിന സന്ദേശം നൽകി. പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിനോയ് മഠത്തിൽ സംസാരിച്ചു. കുട്ടികൾ പ്രകൃതി സംരക്ഷണ പ്രതിജ്ഞയെടുത്തു. കട്ടപ്പന നഗരസഭാ കൗൺസിലർ പ്രശാന്ത് രാജു പരിസ്ഥിതി ദിന സന്ദേശം നൽകി. ഇന്ന് കാലാവസ്ഥാ വ്യതിയാനമുണ്ടായി, മഴ മാറി, മഴക്കാലത്ത് പോലും വെയിലുണ്ടാകാനും അതുപോലെ തന്നെ മഴ പെയ്യുന്നത് വലിയ പ്രളയങ്ങളായി മാറുന്നതിന് കാരണം ഈ പ്ലാസ്റ്റിക് കത്തിക്കലിലൂടെ ഉണ്ടാകുന്ന വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ചെയ്യുന്നതാണ്. അത് മാത്രമല്ല, പ്ലാസ്റ്റിക് കത്തിക്കുന്നതിലൂടെ വലിയൊരു ഭാഗം വരും തലമുറ രോഗിയായി മാറാനുള്ള സാധ്യതയും നമ്മുടെ മുൻപിൽ വളരെയധികം നിൽക്കുകയാണ്. അതുകൊണ്ട് ആ പ്ലാസ്റ്റിക്കിനെതിരെയുള്ള ഒരു വലിയ പോരാട്ടം കൂടിയായി നമുക്ക് ഈ പരിസ്ഥിതി ദിനത്തിൽ മാറണം. വിദ്യാർത്ഥി പ്രതിനിധി ഐസക് സെബാസ്റ്റ്യൻ പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. മനുഷ്യന്റെ ക്രൂരത പ്രപഞ്ച പ്രകൃതിയുടെ താളം തെറ്റിച്ചുകൊണ്ടിരിക്കുന്നു. പാശ്ചാത്യ നാഗരികതയുടെ വരവോടെ സംസ്കാരം എന്നത് അക്ഷരത്തിൽ നിന്ന് അക്കത്തിലേക്ക് മാറി. ലാഭം എത്ര എന്ന ഒരൊറ്റ ചോദ്യം കൊണ്ട് മണ്ണുമായുള്ള നമ്മുടെ ജൈവതാളം പിഴച്ചു. കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനായി മണ്ണിനെ കഷ്ടപ്പെടുത്തി വിളവുണ്ടാക്കി. യാതൊരു പരിധികളും പാലിക്കാതെ മണ്ണിനെ കഷ്ടപ്പെടുത്തി വിളവുണ്ടാക്കി. അന്നപൂർണങ്ങളായ വയലുകൾ നികത്തപ്പെട്ടു. വനനശീകരണവും ജലസ്രോതസ്സുകളുടെ മലിനീകരണവും പല ജീവജാലങ്ങളുടെയും വംശനാശത്തിന് കാരണമായി. രാസവളങ്ങളുടെ അമിതവും അശാസ്ത്രീയവുമായ ഉപയോഗം ജീവന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി തീർന്നിരിക്കുന്നു. സീനിയർ അസിസ്റ്റന്റ് റജീസ് കറിയ, വിദ്യാർത്ഥി പ്രതിനിധി ജെറോം ബിനോയ് തുടങ്ങിയവർ വൃക്ഷത്തൈകൾ നട്ടു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം നടന്നു. രാമക്കൽമേട് വിനോദസഞ്ചാര കേന്ദ്രത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രകൃതി സംരക്ഷണത്തിനൊപ്പം പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനവും ലക്ഷ്യം വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിൽ പരിസ്ഥിതി സംരക്ഷകരെയും DTPC ശുചീകരണ തൊഴിലാളികളെയും ഹരിതകർമ്മസേനാ പ്രവർത്തകരെയും ആദരിച്ചു. രാമക്കൽമേട്ടിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ AKPA ജില്ലാ പ്രസിഡന്റ് സെബാൻ ആതിര അധ്യക്ഷനായിരുന്നു. കരുണാപുരം ഗ്രാമപഞ്ചായത്ത് അംഗം ലതാകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ ട്രഷറർ ബിജോ മങ്ങാട്ട്, DTDC അസിസ്റ്റന്റ് മാനേജർ യൂനിസ്, മേഖലാ പ്രസിഡന്റ് മാത്തുക്കുട്ടി പൗവത്ത, ഗ്രീഷ്മ ഹണി, ജോസ് പ്രഭാത്, റിജി ജോസഫ്, അരുൺ PS, ഷിബു വിസ്മിയ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ചാർ സ്വരാജ് സയൻ പബ്ലിക് സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം നടന്നു. സ്കൂൾ മാനേജർ ഫാദർ ഇമ്മാനുവൽ കിഴക്കേത്തലയ്ക്കൽ സന്ദേശം നൽകി. സയണിൽ പ്രകൃതിയോടൊപ്പം ഒരു ദിനം എന്ന സന്ദേശം ഉയർത്തിയാണ് പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചത്. സ്കൂൾ മാനേജർ ഫാദർ ഇമ്മാനുവൽ കിഴക്കേത്തലയ്ക്കൽ വിദ്യാർത്ഥികൾക്ക് സന്ദേശം നൽകി. നല്ലതായിട്ട് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഒക്കെ ചൂടുപിടിപ്പിക്കാൻ കഴിയുന്ന നല്ലൊരു വെയിലിന്റെ ചൂടിന്റെ സൂര്യതാപത്തിന്റെ അനുഭവമുണ്ട്. എത്ര സുന്ദരമേ വെയില്, എത്ര ആസ്വാദ്യകരം എന്ന് നമ്മൾ ചിന്തിച്ചാൽ ഇതാ ജീവിതത്തിന്റെ ആസ്വാദ്യത. പ്രിൻസിപ്പൽ ഫാദർ റോണി ജോസ് പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു. അധ്യാപകരായ മിനി TH,
അഞ്ജു ജോസഫ്, ആതിര ജേക്കബ് എന്നിവർ നേതൃത്വം നൽകി. കട്ടപ്പന ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിൽ ലോക പരിസ്ഥിതി ദിനാചരണം നടന്നു. പരിപാടിയോടനുബന്ധിച്ച് കുട്ടികൾക്കായി വിവിധ മത്സരങ്ങളും ക്രമീകരിച്ചിരുന്നു. പരിസ്ഥിതി ദിന സന്ദേശം വിളിച്ചോതുന്ന റാലി, പ്ലക്കാർഡ് നിർമ്മാണം, പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് കരകൗശല നിർമ്മാണം, വൃക്ഷത്തൈ വിതരണം തുടങ്ങിയ പരിപാടികൾ സ്കൂളിൽ ഒരുക്കിയിരുന്നു. പരിസ്ഥിതി സംരക്ഷണം വരും തലമുറയ്ക്കായി എന്ന വിഷയത്തിൽ മുതിർന്ന ക്ലാസ്സിലെ കുട്ടികൾക്കായി കവിതാ രചനാ മത്സരവും സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് തണ്ണിപ്പാറ, പ്രിൻസിപ്പൽ ഫാദർ വർഗീസ് ഇടത്തിച്ചിറ, ഫാദർ ജെയിംസ് പ്ലാക്കാട്ട്, ഫാദർ അജീഷ് കീത്താപ്പള്ളിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജില്ലയുടെ വിവിധ മേഖലകളിൽ സംഘടനകളും സ്ഥാപനങ്ങളും പരിസ്ഥിതി ദിനാചരണം നടത്തി. പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വിവിധ സന്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് പരിപാടികൾ നടന്നത്. കട്ടപ്പന നഗരസഭയുടെയും സ്വച്ഛ് ഭാരത് മിഷൻ അർബന്റെയും ദീൻ ദയാൽ അന്ത്യോദയ യോജന, ദേശീയ നഗര ഉപജീവന മിഷന്റെയും നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ സംയുക്താഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നഗരസഭാ പരിസരത്ത് വൃക്ഷത്തൈ നടുകയും പരിസ്ഥിതി ദിന സന്ദേശം നൽകുകയും ചെയ്തു. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബിന്നി അധ്യക്ഷനായിരുന്നു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലമ ബേബി നേതൃത്വം നൽകി. പ്ലാസ്റ്റിക് ക്യാരി ബാഗിന് പകരം തുണിസഞ്ചികളും തുണിബാഗുകളും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പരിസ്ഥിതി ദിന സന്ദേശം അടങ്ങിയ തുണിസഞ്ചികൾ വിതരണം ചെയ്തു. മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിന പരിപാടികൾ സംഘടിപ്പിച്ചു. കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി പ്രവർത്തകനും കാർട്ടൂണിസ്റ്റുമായ സജിദാസ് മോഹൻ പരിസ്ഥിതി ദിന സന്ദേശം നൽകി. NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ പ്രദീപ് കുമാർ വിജയ്, കൃഷി അസിസ്റ്റന്റ് മനോജ്, ചന്ദ്രജ R, ജിനേഷ് മാത്യു, സിനി R തുടങ്ങിയവർ സംസാരിച്ചു. പ്ലാസ്റ്റിക് മാലിന്യം അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യത്തോടെ കാഞ്ചാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണം നടത്തി. പരിപാടിയിൽ അനീഷ് ജോസഫ് അധ്യക്ഷനായിരുന്നു. കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിൽ ഉദ്ഘാടനം നിർവഹിച്ചു. നഴ്സിംഗ് ഓഫീസർ സോണിയ ജോർജ്, പ്രേമലത, വിജിത VS, നികിത P സുനിൽ, ധന്യമോൾ, GTK ജെയിംസ് എന്നിവർ സംസാരിച്ചു. ഹെഡ് നേഴ്സ് സിംസി ബിജു പരിസ്ഥിതി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വാഴത്തോപ്പ് ഗവൺമെന്റ് സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണവും ബോധവൽക്കരണ ക്ലാസും നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ ജോമി വൃക്ഷത്തൈ നട്ടുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വാഴത്തോപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണവും വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസും നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ ജോമി വൃക്ഷത്തൈ നട്ടുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആധുനിക കാലഘട്ടത്തിൽ നാം അധിവസിക്കുന്ന ഈ ഭൂമിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സൈക്കോ സോഷ്യൽ സർവീസ് സ്കീം സ്കൂൾ കൗൺസിലർ ജിൻഷാമോൾ MS നേതൃത്വം നൽകി. വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും എന്ന വിഷയത്തിൽ വാഴത്തോപ്പ ഹെൽത്ത് ഇൻസ്പെക്ടർ സിബി തോമസും ലഹരി എന്ന വിപത്തിനെ തടയ മനസ്സിൽ നിറയ്ക്കാം പഠനമെന്ന ലഹരി എന്ന വിഷയത്തിൽ ജില്ലാ വിമുക്തി കോർഡിനേറ്റർ ഡിജോദാസും ക്ലാസുകൾ നയിച്ചു. പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്ന വിഷയത്തിൽ ഹൈസ്കൂൾ തലത്തിൽ നടത്തിയ പോസ്റ്റർ രചനാ മത്സരത്തിൽ ജീവിത 1ാം സ്ഥാനവും സാന്ദ്ര 2ാം സ്ഥാനവും അസ്നിയ KJ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ഹെഡ് മിസ്ട്രസ് ബിന്ദു M ജോസഫ്, വിദ്യാർത്ഥികളായ അൻസിയ KJ, അഫ്നവ് എന്നിവർ സംസാരിച്ചു. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ കട്ടപ്പന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുമ്പിൽ വൃക്ഷത്തൈ നട്ടു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. മരം നമ്മൾ പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ മരം വെച്ച് പിടിപ്പിക്കുകയും അത് വെട്ടിക്കളയുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് നമ്മളെല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇതിൽ ഞാൻ പറയുന്നു, നമ്മളൊരു കുഞ്ഞിനെ കാത്തു പരിപാലിക്കുന്ന പോലെ, സംരക്ഷിക്കുന്ന പോലെ ഒരു മരം വെച്ചാൽ അത് നമ്മൾ പരിപാലിക്കാനും കൂടെ നമ്മൾ ബാധ്യസ്ഥരാണ്. ലെൻസ്ഫെഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് അലക്സാണ്ടർ K, ഏരിയ പ്രസിഡന്റ് സിറിൽ മാത്യു, ട്രഷറർ അരുൺ റാം, യൂണിറ്റ് പ്രസിഡന്റ് സിജോ വർഗീസ്, നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ ജിൻ സിറിയക്, ഓവർസിയർ ലിജു ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ടിനു ജോസഫ്, ടിജിൻ, ജെറോൺ ജെയിംസ്, ദേവിക അനീഷ്, ടീന ഷിജോ തുടങ്ങിയവർ നേതൃത്വം നൽകി. കട്ടപ്പന സ്വദേശി R മുരളീധരന്റെ കുളിരോലും ഓർമ്മകൾ തൊട്ടുണർത്തുന്നിത എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗവും എഴുത്തുകാരനുമായ GK ഫിലിപ്പ് പ്രകാശന കർമ്മം നിർവഹിച്ചു. കട്ടപ്പന പ്രസ് ക്ലബ് ഹാളിൽ വെച്ചാണ് പുസ്തക പ്രകാശന ചടങ്ങ് സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗവും എഴുത്തുകാരനുമായ GK ഫിലിപ്പ് പ്രകാശനം ചെയ്തു. യോസയ്ക്ക് അവാർഡ് കൊടുത്തുകൊണ്ട് സ്വീഡിഷ് അക്കാദമി ആ പുസ്തകത്തെ നിരീക്ഷിച്ചത്, അദ്ദേഹത്തിൻ്റെ സാഹിത്യ ജീവിതത്തെ നിരീക്ഷിച്ചത് ദുരിതാനുഭവങ്ങളും കഷ്ടപ്പാടുകളും വിപ്ലവങ്ങളുമൊക്കെ എങ്ങനെ ഒരു മനുഷ്യനെ അവൻ്റെ വർത്തമാന ഗതികേടുകളിൽ നിന്ന് ഉയരാൻ പ്രേരിപ്പിക്കുന്ന എഴുത്തിൻ്റെ ഉടമയാണ് യോസ എന്നാണ് പറഞ്ഞത്. കല്ലാർ പട്ടം കോളനിയിലെ ആദ്യകാല ജീവിതത്തെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകളാണ് പുസ്തകത്തിൽ. മാധ്യമപ്രവർത്തകൻ MC ബോബൻ ഏറ്റുവാങ്ങി. എഴുത്തുകാരനായ കാഞ്ചിയാർ രാജൻ, KR രാമചന്ദ്രൻ, പുഷ്പമ്മ, കേരള സാഹിത്യ അക്കാദമി അംഗം മോബിൻ മോഹൻ, സാംസ്കാരിക വകുപ്പ് ജില്ലാ കോർഡിനേറ്റർ S സൂർലാൽ, CR മുരളി, നന്ദൻ മേനോൻ, ബാബു പൗലോസ് എന്നിവർ സംസാരിച്ചു.
അക്ഷരത്തെളിവിന്റെ ആത്മസാക്ഷാത്കാരമായി 2 പതിറ്റാണ്ട് പിന്നിട്ട സ്വരം മാസികയുടെ ഈ മാഗസിൻ പ്രകാശനം ചെയ്തു. മാഗസിന്റെ മഴപ്പതിപ്പാണ് പുറത്തിറക്കിയത്. ചെറുതോണി പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡിറ്റാജ് ജോസഫിൽ നിന്നും സിനിമ ഛായാഗ്രാഹകൻ എൽദോ ഐസക് മഴപ്പതിപ്പിന്റെ ആദ്യ പതിപ്പ് ഏറ്റുവാങ്ങി. ചെറുതോണി പ്രസ് ക്ലബ് ഹാളിൽ നടന്ന പരിപാടിയിൽ വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം നിമ്മി ജയൻ അധ്യക്ഷയായിരുന്നു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡിറ്റാജ് ജോസഫ് സിനിമാ ഛായാഗ്രാഹകൻ എൽദോ ഐസക്കിന് ആദ്യ പതിപ്പ് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഒരു പ്രസ്ഥാനം, ഇങ്ങനെ ഒരു സംഭവം നടത്തിക്കൊണ്ടു പോകുക എന്നുള്ളത് നിസ്സാരമല്ല. അതിന് പിന്നിൽ കുറേ കഠിനാധ്വാനമൊക്കെ ഉണ്ട്. എനിക്കിപ്പം ഡിറ്റാജ് പറഞ്ഞ പോലെ തന്നെ പണ്ടൊക്കെ ഏകദേശം ഒരു 10-12 വർഷം മുമ്പാണെന്ന് തോന്നുന്നു ഇതുപോലൊരു A4 പേപ്പറിൽ വെച്ചടിച്ചിട്ട് നിസ്സാമിക്ക് എല്ലാ കടകളോടെയും കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അതിന് പിന്നിലുള്ള അധ്വാനം നിസ്സാരമല്ല. അത് ഈ സമയത്ത് അത് ചെയ്യുക എന്നുള്ളത് ഭയങ്കര പാടുള്ള പണിയാണ്. ഇപ്പോഴും അത് ഇതേപോലെ തന്നെ കൊണ്ടുനടക്കുക എന്നുള്ളത് നിസ്സാരമല്ല. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇപ്പം അതിൻ്റെ വളർച്ചയാണ് നമ്മൾ കാണുന്നത്. ആർട്ടിസ്റ്റ് KR ഹരിലാൽ മുഖ്യ അതിഥിയായിരുന്നു. ചെറുതോണി പ്രസ് ക്ലബ് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ഇടക്കുളത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. ചെറുതോണി പ്രസ് ക്ലബ് വൈസ് പ്രസിഡന്റ് ബിജു വൈശുംപറമ്പൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം ആർട്ടിസ്റ്റ് നീള ബിജു, എഴുത്തുകാരി എൽജ ടോമി തുടങ്ങിയവർ സംസാരിച്ചു. വണ്ടിപ്പെരിയാർ NSS കരയോഗത്തിന്റെ പൊതുയോഗവും ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. ഹൈറേഞ്ച് NSS യൂണിയൻ കമ്മിറ്റി ചെയർമാൻ KS അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഹൈറേഞ്ച് NSS യൂണിയൻ സെക്രട്ടറി PT അജയൻ നായർ അധ്യക്ഷനായിരുന്നു. തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ കരയോഗം പ്രസിഡന്റായി N ചന്ദ്രശേഖരപിള്ള, വൈസ് പ്രസിഡന്റായി S അനിൽകുമാർ, സെക്രട്ടറിയായി ശ്രീകുമാർ S, ജോയിന്റ് സെക്രട്ടറിയായി R ബാലൻ നായർ, ട്രഷററായി P സജികുമാർ എന്നിവരെ തെരഞ്ഞെടുത്തു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ സമുദായ അംഗങ്ങളുടെ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു. നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. മനസ്സുണ്ടെങ്കിൽ യാത്ര പോകാൻ പ്രായം ഒരു പ്രശ്നമേ അല്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് ദേവികുളം ആവേ മരിയ ഇടവകയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സഹൃദയ എൽഡേഴ്സ് ഫോറത്തിലെ അംഗങ്ങൾ. കൂട്ടായ്മയിൽ അംഗങ്ങളായ 31 പേരടങ്ങുന്ന സംഘം KSRTCയുടെ ഡബിൾ ഡെക്കർ ബസ്സിൽ യാത്ര ചെയ്തായിരുന്നു മൂന്നാറിന്റെ ഭംഗിയും കുളിരും ആസ്വദിച്ചത്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരായിരുന്നു യാത്രാ സംഘത്തിലെ അംഗങ്ങൾ. വീട്ടിൽ പലപ്പോഴും തനിച്ചിരിക്കുകയും മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവിക്കുകയും ഒക്കെ ചെയ്യുന്ന വയോധികരായ ആളുകൾക്ക് മാനസികോല്ലാസത്തിനും പരസ്പരമുള്ള കൂടിച്ചേരലിനും അവസരമൊരുക്കിയായിരുന്നു ദേവികുളം ആവേ മരിയ ഇടവകയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സൗഹൃദയ എൽഡേഴ്സ് ഫോറത്തിലെ അംഗങ്ങൾ ഉല്ലാസയാത്രയൊരുക്കിയത്. മൂന്നാറിന്റെ കുളിരും മഴയുമൊന്നും വകവയ്ക്കാതെ മനസ്സുണ്ടെങ്കിൽ യാത്ര പോകാൻ പ്രായമൊരു പ്രശ്നമേയല്ലെന്ന് തെളിയിച്ച് KSRTCയുടെ ഡബിൾ ഡെക്കർ ബസ്സിലായിരുന്നു കൂട്ടായ്മയിൽ അംഗങ്ങളായ 31 പേരടങ്ങുന്ന സംഘത്തിന്റെ യാത്ര. ദേവികുളം ആവേ മരിയ ഇടവകയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സഹൃദയ എൽഡേഴ്സ് ഫോറത്തിലെ അംഗങ്ങളാണ് ഞങ്ങൾ. 31 പേരുണ്ട്. അവരെല്ലാവരെയും കൂട്ടി ഒന്ന്, കാരണം വീടുകളിൽ പലതരത്തിലുള്ള, നമുക്കറിയാം പ്രായമായവര് 60 വയസ്സിന് മുകളിലുള്ളവരാണ്. അവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ അവരെ എല്ലാവരെയും ഒന്ന് കൂട്ടിക്കൊണ്ട് ഒരു പുറത്ത് ഇറങ്ങി ഒന്ന് എല്ലാവരെയും കാണുവാനും, ഈ നാട് നമ്മുടെ നാട് തന്നെയാണ്. ഈ ഡബിൾ ഡെക്കർ ബസ് വന്നതിന് ശേഷം ഒന്ന് ഇവരെയും കൂട്ടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന്റെ പേരിലാണ് ഇങ്ങനെയൊരു പിക്നിക്ക് ഞങ്ങൾ അറേഞ്ച് ചെയ്തത്. സാധാരണ യാത്രയ്ക്കപ്പുറം ഡബിൾ ഡെക്കർ ബസ്സിലിരുന്ന മൂന്നാറിന്റെ ഭംഗി ആസ്വദിച്ചുള്ള യാത്ര സംഘത്തിലെ എല്ലാവർക്കും നവ്യാനുഭവമായി. ഈ വയസ്സാം കാലത്ത് എല്ലാ 60 വയസ്സുകാരൊക്കെ അതിന് കൂടുതൽ വയസ്സുകാരൊക്കെ ചേർത്ത് എല്ലാവരെയും ചേർത്ത് അച്ഛൻ ഏർപ്പാട് ചെയ്ത് ഇതിന്റെ കോർഡിനേറ്റേഴ്സും മറ്റവർക്കും ഒരുപാട് നന്ദി പറയുന്നുണ്ട്. കാഴ്ചകൾ കണ്ടതിനൊപ്പം ആടിയും പാടിയും കുശലം പറഞ്ഞും യാത്ര തുടർന്നപ്പോൾ എല്ലാവരുടെയും മനസ്സിന് വീണ്ടും യുവത്വം. വൈദികരും സിസ്റ്റേഴ്സും എൽഡേഴ്സ് ഫോറത്തിലെ അംഗങ്ങൾക്കൊപ്പമുണ്ടായിരുന്നു. മുമ്പ് വിമാനയാത്ര നടത്തിയ അനുഭവവും സഹൃദയ എൽഡേഴ്സ് ഫോറത്തിലെ അംഗങ്ങൾക്കുണ്ട്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950.
പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. കാർഡമം ഗ്രോവേഴ്സ് ഫോർ എവർ ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 49, വിൽപ്പനയ്ക്ക് വന്നത് 6816, വിൽപ്പന നടന്നത് 4781, കൂടിയ വില 2720, ശരാശരി വില 2260. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 665 രൂപ, ഏലം കൂടിയ വില 2300, ഏലം ശരാശരി വില 2000. കാപ്പിപ്പരിപ്പ് 420, ഗ്രാമ്പു 780, കൊക്കോ 80, റബ്ബർ 185. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 9130 രൂപ, വെള്ളി 114. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അടിമാലിയിൽ ക്യാൻസർ രോഗിയായ സ്ത്രീയെ കട്ടിലിൽ കെട്ടിയിട്ട് വായിൽ തുണി തിരുകി പണം അപഹരിച്ചതായി പരാതി. തട്ടിയെടുത്തത് അടിമാലി വിവേകാനന്ദ നഗർ സ്വദേശിനി കളരിക്കൽ ഉഷ സന്തോഷിന്റെ പണം. ഉഷ 6 വർഷത്തോളമായി ക്യാൻസർ രോഗബാധയെ തുടർന്ന് ചികിത്സയിൽ. വിദേശത്ത് വിസ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തി 25കാരി പിടിയിലായത് കോട്ടയം പാമ്പാടി കട്ടപ്പുറത്ത് ഐറിൻ എൽസ കുര്യൻ. ഇവരെ തിരുവനന്തപുരത്ത് നിന്ന് പോലീസ് പിടികൂടിയത് കട്ടപ്പന സ്വദേശിയിൽ നിന്നും 10 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയ കേസിൽ. വനംവകുപ്പിന്റെ ട്രീ ബാങ്കിംഗ് പദ്ധതിക്കെതിരെ ഇടുക്കിയിൽ പ്രതിഷേധം ശക്തം. ആരോപണം പദ്ധതിയിലൂടെ കാർഷിക ഭൂമി വനവൽക്കരിക്കാൻ ലക്ഷ്യമെന്ന്. സമാന രീതിയിൽ വനംവകുപ്പ് മുൻപ് പ്രഖ്യാപിച്ച പല പദ്ധതികളും പിന്നീട് പ്രതിസന്ധി സൃഷ്ടിച്ചു. മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന കനാലിൽ കാണാതായ ആളുടെ മൃതദേഹം കണ്ടെത്തിയത് കുമളി മന്നാക്കുടി സ്വദേശി അരിയാന്റെ മകൻ അർജുന്റെ മൃതദേഹം. അർജുൻ ഒഴുക്കിൽപ്പെട്ടത് കഴിഞ്ഞ ദിവസം വൈകിട്ട് കുളിക്കാൻ ഇറങ്ങിയപ്പോൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.